ഹായ് ഡോക്ടർ. പ്ലീസ് സിറ്റ്. എന്ത് പറ്റി മോളെ? എനിക്ക് പീരീഡ്സ് ആയിട്ട് ഇപ്പം 1 month ആയി. ഓക്കെ. മാരീഡ് ആണോ മോളെ? മാരീഡ് അല്ല. അല്ല. സെക്ഷലി ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ചെയ്തു. റെഗുലർ ആയിട്ട് കോൺട്രാസെപ്ഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? എടുത്തിട്ടുണ്ട്. എന്താണ് എടുത്തത്? ഐപ്പില്ല എടുത്തത്. റെഗുലർ ആയിട്ട് ഐപ്പിലാണ് എടുക്കുന്നത് അല്ലേ? എത്ര പ്രാവശ്യം എടുത്തു കഴിഞ്ഞ മാസം? കഴിഞ്ഞ മാസം 2 തവണ എടുത്തായിരുന്നു. 2 തവണ എടുത്ത. ഇപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയോ? ഇല്ല, ചെയ്ത് നോക്കിയില്ല. ഓക്കെ. സോ ഐപ്പിൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഗുലർ കോൺട്രാസെപ്റ്റീവ് അല്ല, അതൊരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് മാത്രമാണ്. അതായത് നമ്മൾ റെഗുലറായിട്ട് പിൽസ് അല്ലെങ്കിൽ കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഫെയിലിയർ വരികയാണ്, നമ്മൾ പിൽസ് എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ കോണ്ടംസിലൊക്കെ ബ്രേക്ക് വരികയാണെങ്കിൽ എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഐപ്പിൽ എന്ന് പറയുന്നത്. ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിത് വൺസ് ഇൻ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ നമ്മൾ അത്രയും സെക്ഷലി ആക്റ്റീവ് അല്ല, വല്ലപ്പോഴേ ഉള്ളൂ, ആ സമയത്ത് നമ്മൾ കോൺട്രാസെപ്റ്റീവ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഐപ്പിൽ എടുക്കാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കാം. പ്രഗ്നൻസി ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അത് നെഗറ്റീവും ആകാം. ഐപ്പിൽ എടുത്തത് കൊണ്ട് പീരിയഡ്സ് നീങ്ങി പോവുകയും ചെയ്യാം. എപ്പോഴെങ്കിലും സ്പോട്ടിംഗ് പോലെ ഉണ്ടായിട്ടുണ്ടോ ഐപ്പിൽ എടുത്ത് കഴിഞ്ഞിട്ട്? ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ കോമൺ സൈഡ് ഇഫക്റ്റ്. അപ്പം നമ്മൾ ഐപ്പിൽ എടുക്കുമ്പോഴേക്കും ചെറിയൊരു സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് പീരിയഡ്സ് പ്രഗ്നൻസി അല്ലെങ്കിലും ഡിലേഡ് ആയിട്ട് പോകാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫസ്റ്റ് വിൽ ഡു എ പ്രഗ്നൻസി ടെസ്റ്റ്. അത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഐ ഗിവ് യു റെഗുലർ കോൺട്രാസെപ്റ്റീവ്. യു ക്യാൻ ടേക്ക്. ഈ പ്രായത്തിൽ ശരിക്കും പിൽസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ സൈക്കിൾസ് റെഗുലറും ആകും, പ്രഗ്നൻസിൻ്റെ സാധ്യത വളരെ കുറയുകയും ചെയ്യും. കോണ്ടംസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 97% മാത്രമേ അതിന് എഫിക്കസി ഉള്ളൂ. അപ്പോൾ 3% അപ്പോഴും ചാൻസ് ഉണ്ട് പ്രഗ്നൻസി ആവാൻ. നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ പോലും 3% സാധ്യതയുണ്ട് പ്രഗ്നൻസി ആവാനായിട്ട്. സോ അറ്റ് ദിസ് ഏജ് ഫോർ യു സൈക്ലിക്കൽ പിൽസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.